ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് മഹത്വം എടുക്കുമാറാകട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കൃപ നൽകിയ ദൈവത്തിന് സകല മഹത്വവും കരയറ്റുകയാണ്. ഈ മഹായോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ ജോർജ് സാർ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധിയിലായിരിക്കുന്ന പ്രിയ കെ ജോസഫ് സാറ്, ജോൺ സാറ്, മറ്റ് ശ്രേഷ്ഠന്മാരായ എല്ലാ ദേവദാസന്മാർക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ആത്മനിറവോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന ക്വയറിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫസ്റ്റ് ശാമുവേൽ മാത്യുവിൻ്റെ നേതൃത്വത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ഭാഗവും ദൈവസഭയുടെ ഭാഗവുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ബറോഡയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. जो भलाई हम प्रभु ने मुझ पर की, स्मरण कर उसे मैं कैसे चुप रहो, तेरे चरणों में लाता हूँ मैं स्तुति और आराधना, तेरे चरणों में लाता हूँ मैं स्तुति और आराधना. गाय मगन होकर आनंद से जय ललकारे, गाय मगन होकर आनंद से जय ललकारे. हालेलुया हालेलुया मेरे प्रभु की हो आराधना. हालेलुया हालेलुया मेरे प्रभु की हो आराधना. जो भलाई हम प्रभु ने मुझ पर की, स्मरण कर उसे मैं कैसे चुप रहूं. जो भलाई हम प्रभु ने मुझ पर की, स्मरण कर उसे मैं कैसे चुप रहूं. तेरे चरणों में लाता हूँ मैं स्तुति और आराधना. तेरे चरणों में लाता हूँ मैं स्तुति और आराधना. इस जहां में नहीं कोई उसके समान, हे अच्छा वो साथी यीशु मेरा. इस जहां में नहीं कोई उसके समान, हे अच्छा वो साथी यीशु मेरा. अपने हाथों में मुझे उठाकर चलाता वो मुझको संभाल कर. अपने हाथों में मुझे उठाकर चलाता वो मुझको संभाल कर. जो भलाई हम प्रभु ने मुझ पर की, स्मरण कर उसे मैं कैसे चुप रहूं. जो भलाई हम प्रभु ने मुझ पर की, स्मरण कर उसे मैं कैसे चुप रहूं. तेरे चरणों में लाता हूँ मैं स्तुति और आराधना. तेरे चरणों में लाता हूँ मैं और आराधना. मरुभूमि के इस सफर में थक ना जाओ, वो है हर फल सा. मरुभूमि के इस सफर में थक ना जाओ, वो है हर फल सा. मन्ना और जल देकर तृप्त किया, कोई कम से चलाता. मन्ना और जल देकर तृप्त किया, कोई कम से चलाता है. जो भलाई हम प्रभु ने मुझ पर की, स्मरण कर से मैं कैसे चुप रहूं. जो भलाई हम प्रभु ने मुझ पर की, बल बल शंकर बल बौशाला. तेरे चरणों में लाता हूँ मैं स्तुति और
में चंगाई देने वाला, दर्दों में तसल्ली देने वाला, रोगों में चंगाई देने वाला, दर्दों में तसल्ली देने वाला, परीक्षाओं में छात्रताओं सामर्थ्य देता सहारा मेरा, परीक्षाओं में छात्रताओं सामर्थ्य देता सहारा मेरा। जो भलाई प्रभु ने मुझ पर की, स्मरण कर से मैं कैसे चुप रहूं, जो भलाई प्रभु ने मुझ पर की, स्मरण कर से मैं कैसे चुप रहूं, तेरे चरणों में लाता हूँ मैं स्तुति और आराधना, तेरे चरणों में लाता हूँ मैं स्तुति और आराधना, तेरे चरणों में शब्द സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം സാധാരണയുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദൈവത്തിന് അധികം മഹത്വം ലഭിക്കുന്ന ദിവസങ്ങളാണ്. അതെ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ ആ അനുഭവത്തിൽ തന്നെ ഇവിടുന്ന് മടങ്ങി ഭവനങ്ങളിൽ പോകുമ്പോഴും ദൈവത്തെ അധികം സ്തുതിക്കുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം നാം അർപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മൗനമായിട്ടിരുന്നാൽ സ്തോത്രയാഗം നടക്കുകയില്ല. അത് കൊടുത്തെങ്കിലേ ദൈവസന്നിധിയിൽ യാഗമായി തീരുകയുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളെ സ്തോത്ര കാഴ്ച കൊടുത്തയക്കും, അത് ഇടാതെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ദൈവമക്കളൊക്കെ വഴക്ക് പറയും, എന്താടാ കുഞ്ഞെ നീ ഇടാതെ തിരിച്ചു കൊണ്ടുപോയി. വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ സ്തോത്രം സ്തോത്രം പാടാമെന്ന് പറയുന്നവരല്ല, മറിച്ച് ദിവസം തോറും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ഞാനിങ്ങനെ നന്ദിയോടെ ഓർക്കാറുണ്ട്, ദൈവമേ ഇത്ര സരളമായ ഒരു കാര്യമാണല്ലോ അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഹല്ലേലൂയ. അതെ, യഹോവയ്ക്ക് സ്തോത്രയാഗം കഴിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി സ്തോത്രത്തിന് പകരം വേറെ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു റോസാപ്പൂ നിങ്ങൾ എന്നും കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയേനും. വീട്ടിൽ ഉള്ളത് തീരുമ്പോൾ പിന്നെ നാട്ടിലെല്ലാം ഓടും, പിന്നെ കാട്ടിൽ ഓടേണ്ടി വരും, അവസാനം കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകും. എന്നാൽ അതൊന്നും വേണ്ട, രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് മുട്ടുമടക്കി ആമേൻ അങ്ങ് അധരം തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ആരെ കൊണ്ടാ കഴിയാത്ത? അതെ, ഹല്ലേലൂയ. മനസ്സുള്ള എല്ലാവരെ കൊണ്ട് കഴിയും. നമ്മുടെ കർത്താവ് ഇത് മാത്രമേ നമ്മിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആരും ആ കാര്യത്തിൽ അമാന്തം കാണിക്കരുത്, ഹല്ലേലൂയ, മാന്ദ്യം കാണിക്കരുത്. എല്ലാവരും ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്ന ആരാധകരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. രാജാവ് ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും, പക്ഷേ ആരാധനയുടെ വിഷയം വരുമ്പോൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. താൻ തന്നെ തന്നോട് പറയുകയാണ്, വളരെ ഉത്സാഹത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരി, ദൈവം ചെയ്ത ഉപകാരത്തിനൊക്കെ മഹത്വം കരയട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് താൻ ഒരു തീരുമാനമെടുത്തത്. 146 സങ്കീർത്തനത്തിൽ ജീവനുള്ള കാലത്തോളം ഞാൻ എൻ്റെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവനുണ്ടേ ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും, ജീവനുണ്ടേ ഞാൻ കൂട്ടായ്മയ്ക്ക് പോകും. ചിലരൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നത്, ജീവനുണ്ട് ഇനി ഞാൻ അവിടെ കയറുകയില്ല, ജീവനുണ്ട് ഞാൻ ഇനി സംസാരിക്കത്തില്ല അവരോട്. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു തീരുമാനം വളരെ റെയറായിട്ട് കേൾക്കാറുള്ളൂ. ഇന്ന് ആർക്കെങ്കിലും പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നെങ്കിൽ അതെ ഓർത്തോണം. ഹല്ലേലൂയ, ആമേൻ. ഇത് പറയാൻ സന്നദ്ധരാകണമെന്ന്, എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തെ സ്തുതിക്കാതെ ഞാൻ ഒരു ദിവസം കഴിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ ചർച്ചിലേക്ക് ചെറുപ്പത്തിൽ നടന്നു പോകുമ്പോൾ, ഒരു ബാലനായിരുന്നപ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. ചർച്ചിൽ ചെന്നിരുന്നാൽ
ആമേൻ ആശീർവാദം പറയുന്നവർ വരെ സ്തോത്രം പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഇന്നും നിർത്തിയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അതെ, അതുകൊണ്ടൊരു കൃപ ദൈവം തന്നു പാട്ടെഴുതുവാൻ. ഏകദേശം 55-60 പാട്ടുകൾക്കകത്ത് എഴുതുവാനും അതിൽ ചിലതൊക്കെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ദൈവമക്കൾ പാടി ആരാധിക്കുമ്പോൾ ഈ പാവപ്പെട്ടവന്റെ ആഗ്രഹത്തെ ദൈവം ഒന്ന് സഹായിച്ചു. കൃപ അതോർത്ത് ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. എന്നാൽ ദൈവമക്കളെ ഒരു ഗൗരവമായ കാര്യം കൂടെ അതിനോട് ചേർന്ന് ഓർപ്പിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്തോത്രം ബുദ്ധി കൊണ്ട് മാത്രം പറഞ്ഞ് സംതൃപ്തിപ്പെടുന്നവരല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹാഫ് ഡൺ, പകുതിയെ ചെയ്തിട്ടുള്ളൂ, പകുതിയെ വിജയിച്ചിട്ടുള്ളൂ. കാരണം പൗലോസ് പറയുന്നത്, ഞാൻ ആത്മാവ് കൊണ്ടും പാടും ബുദ്ധി കൊണ്ടും പാടും. ഇത് രണ്ടും കൂടെ ഉള്ളവരാണ് പെന്തക്കോസ്ത് ദൈവമക്കൾ. ഇത് രണ്ടും കൂടെയുള്ള സഭയാണ് മാറാനാഥ ഗോസ്പൽ ചർച്ച്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് മാറാനാഥ ഗോസ്പൽ ചർച്ച്. അതുകൊണ്ട് ആരെങ്കിലും ആത്മാവിൽ പാടാത്തവരായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കൺസേൺ ആണ് അവരെക്കുറിച്ച്, എനിക്ക് ഭയങ്കര ഭാരമാണ് അവരെക്കുറിച്ച്. കർത്താവിനും ഭാരമാണ്. ഇങ്ങനെ ഒരു ചിന്ത ദൈവാത്മാവ് തന്നു. ഒരിക്കൽ നമ്മൾ ആരെങ്കിലും കൂട്ടായ്മയ്ക്ക് വന്നില്ലെങ്കിൽ ദൈവദാസന്മാർ ചോദിക്കും, എന്താ കണ്ടില്ലല്ലോ? ചോദിക്കണം, വിശ്വാസികളും ചോദിക്കണം. ചോദിക്കുന്നവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനി വന്നിരുന്നിട്ട് സ്തോത്രം പറയാതിരിക്കുമ്പോൾ ചോദിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് 2 പ്രാവശ്യം സ്തോത്രം ചെയ്യണം. എന്താ സഹോദര, വന്നിരുന്നെങ്കിലും വായൊന്നും തുറന്നില്ലല്ലോ, സ്തോത്രം ഒന്നും കേട്ടില്ലല്ലോ, ആരാധന ഒന്നും കേട്ടില്ല, എന്തോ പറ്റി എന്ന് ചോദിക്കുന്നവർക്കായി ആത്മാർത്ഥമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ പരസ്പരം ചോദിച്ച് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം. കൂട്ടായ്മയ്ക്കും ആരാധനയ്ക്കും ഒക്കെ വരുമ്പോൾ ഒരാളിങ്ങനെ വെറുതെ മൗനമടിച്ചിരിക്കുമ്പോൾ എന്തോ കാരണമുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാനുള്ള ആത്മീക പ്രചോദനമോ പ്രാഗൽഭ്യമോ ഇല്ലാതിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് അതിനെ കാണരുത്. എന്തോ തകരാറുണ്ട്. ഇനി മൂന്നാമതൊരു കാര്യം, നമ്മൾ ആരും ചോദിച്ചില്ലെങ്കിലും കർത്താവ് വന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്ന, മോനെ നീ എന്താ ഇന്ന് ആത്മാവിൽ ആരാധിക്കാഞ്ഞത്? മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കർത്താവ് ചോദിക്കുകയാണ്, ഇതേ ചോദിക്കുള്ളൂ, നീ എന്താ ഇന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാഞ്ഞത്? കാരണം ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരത്തിയുമായിട്ടുള്ള സ്ത്രീയുമായിട്ടുള്ള സംസാരത്തിൽ പല കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ അവൾ പറയുന്നു, നീ യഥാർത്ഥ പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അതേ വരുമ്പോൾ അവൾ പറയുന്നത്, ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ ആരാധിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളാണെങ്കിൽ യെരുശലേമിൽ ആരാധിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നീ എൻ്റെ വാക്കൊന്ന് വിശ്വസിക്ക്, ആ മലയിലുമല്ല യെരുശലേമിലുമല്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്നാൽ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. 3 ഗ്രൂപ്പ് ആൾക്കാരാണ് ആരാധനയിൽ. ഒന്ന്, അറിയാത്തതിനെ ആരാധിച്ച് അന്ധമായി ആരാധിക്കുന്നവർ. രണ്ടാമത്തെ ഗ്രൂപ്പ് ക്രൈസ്തവ ലോകം മുഴുവനും അറിയുന്നതിനെ ആരാധിക്കുന്നത്. യേശു ദൈവമാണെന്നൊക്കെ അറിയാം, പക്ഷെ എങ്ങനെയൊക്കെ അങ്ങ് ആരാധിക്കുകയാണ്. എന്നാൽ ദൈവമക്കളുടെ ആരാധന അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അവർ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് ആത്മാവിൽ പാടി ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഈ പുതിയ നിയമത്തിൽ പ്രത്യേകം പേർ ചൊല്ലി വിളിച്ച് വിവിധ സ്ഥലങ്ങളിൽ ആക്കിയിരിക്കുന്ന അല്ലയോ വിശുദ്ധന്മാരെ, നമ്മൾ ആത്മാവിൽ ആരാധിച്ചില്ലെങ്കിൽ പിന്നെ ആരാധിക്കും? ആത്മാവിനെ നമുക്ക് തന്നത് ആമേൻ ഹല്ലേലൂയ സൂക്ഷിച്ച് ആമേൻ മൗനമായി വെച്ചിരിക്കുവാനല്ല, ആത്മനിറവിൽ പാടി ആരാധിക്കുകയും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുവാനായിട്ടാണ്. അതുകൊണ്ട് ആത്മാവിനെ പ്രാപിച്ച എല്ലാ ദൈവമക്കളും ആത്മനിറവിൽ ആരാധിക്കണം. അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ദോഷത്തിന്റെ പുറകെ പോകേണ്ടി വരികയില്ല. അപ്പോസ്തലനായ പൗലോസ് തന്റെ അനുഭവത്തിൽ കൂടെ പറയുന്നുണ്ട്, യഥാർത്ഥ പരിച്ഛേദനക്കാരെന്ന് പറഞ്ഞ ആരാണ്? ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കുകയും ചെയ്യാതിരിക്കുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ, പുതിയ നിയമ ഇസ്രായേൽ. ഹല്ലേലൂയ. അതുകൊണ്ട് താൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരെക്കാളിലും അധികം അന്യഭാഷകൾ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും ഒക്കുവാണെങ്കിൽ വിശേഷാൽ പ്രവചിക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്യഭാഷയെങ്കിലും പറയാതിരുന്ന ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ എത്ര ദയനീയമാണ്. ഒക്കുമെങ്കിൽ പ്രവചിക്കുകയും കൂടെ ചെയ്യുവാൻ കഴിയുന്ന ശ്രേഷ്ഠ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഭൃത്യന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ മുന്നോട്ട് വർദ്ധിച്ചു വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. രാത്രിയിലെ അല്പസമയത്ത് നമ്മുടെ ധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വളരെ
ആഴമായി വേദജ്ഞാനമുള്ള ഒരു ദൈവദാസന്റെ അധ്യക്ഷതയിൽ പതിനുശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നതിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയും ഒരു പദവിയായി കരുതുകയും ചെയ്യുന്നു. ദൈവം കൃപ തരട്ടെ. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 17-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും അതിൻ്റെ 22-ാമത്തെ വാക്യവും വായിച്ചാട്ട്. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ടും അറിഞ്ഞിട്ടും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പശ്ചാത്തലം ഈ അധ്യായത്തിനുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥനയുടെ അധ്യായമാണ്. ഇതിന് മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് പറയുന്നത്. ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ഈ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് ഒരു സ്ഥലത്ത് ദൈവസഭയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പദം എൻ്റെ ഹൃദയത്തെ വളരെ സ്വാധീനിക്കുവാനായിട്ടിടയായി. അത് വീണ്ടും വീണ്ടും ആ പദത്തിലേക്ക് കണ്ണുകൾ പതിപ്പിച്ചപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു സന്ദേശം പോലെ ഞാനും ഏറ്റെടുക്കുവാനായിട്ടിടയായി. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് പല കാര്യങ്ങൾ ദൈവത്തോട് നമുക്ക് വേണ്ടി പറയുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളായ അന്ന് തൻ്റെ ചുറ്റും കൂടിയിരുന്ന ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് ഇങ്ങനെയും പറയുന്നുണ്ട്, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ അപേക്ഷിക്കുന്നത്, ഇവരിലൂടെ കർത്താവെ നീ രക്ഷിക്കുവാനിരിക്കുന്ന, വേർതിരിക്കുവാനിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും വേണ്ടിയാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കൂടെയാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയിൽ താൻ പറഞ്ഞിരിക്കുന്നതിൽ എന്നെ സ്പർശിച്ചതായ പദം കർത്താവ് പറയുകയാണ്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. താഴെ വായിച്ചപ്പോഴും മറ്റു പല ഭാഗങ്ങൾ ശ്രദ്ധിച്ചപ്പോഴും ഒരു സത്യവും മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, പിതാവായ ദൈവം പുത്രന് കൊടുത്തതൊക്കെ പുത്രൻ നമുക്ക് തരുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര നല്ല സ്നേഹമുള്ള ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. പിതാവ് പുത്രന് നൽകിയത് ഒന്നും മാറ്റിവെക്കാതെ, ഏറ്റവും ഒടുവിൽ വായിച്ചു കേട്ടത്, എത്ര മഹത്വം പിതാവ് പുത്രന് കൊടുത്തുവോ അതുപോലും ഈ മൺപാത്രങ്ങൾ ഈ ബലഹീനർക്ക് തന്ന കാൽവരി സ്നേഹത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ അങ്ങനെ ആദ്യം മുതൽ വായിച്ചപ്പോൾ കർത്താവ് നമുക്ക് തന്നതായ ചില കാര്യങ്ങളെ ശ്രദ്ധയിൽപ്പെടുവാൻ ഇടയായി തീർന്നത് ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് ഓർപ്പിച്ചതായ കാര്യങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് പറയുവാൻ നമുക്കൊരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 1-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗം വളരെ കാണത്തക്ക ദൂരത്തിൽ അടുത്താണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്തവർക്ക് തോന്നും സ്വർഗം ഭയങ്കര ദൂരത്തിലാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് സ്വർഗം വളരെ അടുത്തായി അനുഭവപ്പെടും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ വലിയ വ്യാകരണം ഒന്നും ചേർത്തില്ലേലും കൊച്ചു കുഞ്ഞ് പിതാവിനോട് സംസാരിക്കുന്നത് പോലെയുള്ളൊരു അവസ്ഥയാണ്. ഇവിടെ കർത്താവ് പിതാവിനോട് പറയുകയാണ്, പിതാവിനോട് സംസാരിക്കുകയാണ്. അതെ, നമ്മുടെയും പ്രാർത്ഥന അപ്രകാരമുള്ളതായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം പറഞ്ഞതായ ആ പ്രസ്താവന അല്ലെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞത് ഇപ്രകാരം 2-ാമത്തെ വാക്യത്തിൽ നാം ശ്രദ്ധിക്കുന്നുണ്ട്. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന് ലഭിച്ചതായ നിത്യജീവനെ നമുക്ക് കർത്താവ് തരുവാനായിട്ട് ഇടയായി തീർന്നു. ഇതൊക്കെ നമ്മൾ സാറിന് കേൾക്കുന്ന ശബ്ദം ആയതുകൊണ്ടായിരിക്കണം. സ്തോത്രമൊക്കെ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് മഹത്വം ഇല്ലയോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചില്ലേ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കും, പഠിച്ചില്ലേ നിർബന്ധിച്ച് പഠിപ്പിക്കും. ദൈവത്തെ സ്തുതിക്കുന്നത് എന്തിനാ നമ്മൾ അമാന്തിക്കുന്നത്? സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉറക്കവും വരികയില്ല, നമുക്ക് അനുഗ്രഹവുമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലരുടെ ചിന്തയിൽ അവർ പ്രസംഗിക്കുമ്പോൾ ജനം ചിരിക്കണമെന്നാണ്. എൻ്റെ ആഗ്രഹം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ദൈവജനം ദൈവത്തെ സ്തുതിക്കണമെന്ന്. അതുകൊണ്ടൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയ. നിർബന്ധിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഇവിടെ ഒരു കാര്യം സങ്കീർത്തനം 21 വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് 4-ാമത്തെ വാക്യത്തിൽ, അവൻ നിന്നോട് ജീവനെ ചോദിച്ചു, നീ അവന് എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ കൊടുത്തു.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണത്. യേശുക്രിസ്തു പിതാവിനോട് അതേ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സ്വർഗത്തിലെ പിതാവ് പുത്രന് എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ കൊടുക്കുവാനിടയായി. യേശുവിന് ലഭിച്ച ദീർഘായുസ് അല്ലെങ്കിൽ യേശുവിന് ലഭിച്ച നിത്യജീവൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമുക്ക് എങ്ങനെയാണ് ലഭിച്ചതെന്നുള്ളത് അത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ദൈവവചനത്തിന്റെ ആ ബാലപാഠങ്ങളാണെങ്കിലും ദൈവാത്മാവ് ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ അതങ്ങ് പറയാൻ സന്തോഷിക്കുകയാണ്. എന്നാൽ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചിന്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നത് ഞാൻ പറയട്ടെ, ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം, കർത്താവ് വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തോട് അത് സംവാദിച്ചു. ഹല്ലേലൂയ. അത് കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? ചിലപ്പോഴൊക്കെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമുക്കൊരു കൊച്ചു രോഗസൗഖ്യവും ഒരു കൊച്ചു വീടും ഒരു കൊച്ചു കാറും ഒക്കെ തന്ന് നമ്മളെ ഒന്ന് അനുഗ്രഹിക്കാൻ വന്നതാണെന്ന് ചിന്തിച്ചവരുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്, കർത്താവ് ഇന്നും തരുന്നുണ്ട്. പക്ഷെ കർത്താവ് വന്നത് ഇതൊന്നും തരാനായിട്ടല്ല. അവരൊരു ദൃഷ്ടാന്തം ദൈവാത്മാവ് ഒരു ചിന്ത ഇങ്ങനെ തന്നത്, നമ്മുടെ പിതാവ് അമേരിക്കയിലാന്നിരിക്കട്ടെ, നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നു. നമ്മൾ വളരെ ആഗ്രഹത്തോടെ ഇരിക്കുക അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ അമേരിക്കയിൽ സ്ഥാനമൊക്കെ കിട്ടുമെന്ന്. പക്ഷെ അദ്ദേഹം വന്നിട്ട് വീട്ടിന്റെ അടുത്തുള്ള ചെറിയ കടയിൽ പോയി അവിടെ കിട്ടുന്ന 5-6 ചോക്ലേറ്റും അല്ലെ ഒത്തിരി ആണെങ്കിലും അതേ ലോക്കൽ ചോക്ലേറ്റും ലോക്കൽ സാരിയും ലോക്കൽ ഷർട്ടും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്ന് നമ്മൾ ഇതൊക്കെ നോക്കും, എൻ്റെ ലേബലൊക്കെ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ പറയും പിതാവിനോട്, ആഹാ ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെയും കിട്ടും, അവിടുന്ന് കൊണ്ടുവന്ന വല്ല കൊണ്ടേ തന്നാട്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, കർത്താവ് വന്നത് ഇവിടെ കിട്ടുന്നതായ മറ്റുള്ളവരും കൊടുക്കുന്നതായ ഈ ഭൗതിക നന്മകൾ തരാനാണെന്നുള്ള ചിന്ത ഒരിക്കലും നമ്മെ ഭരിക്കരുത്. അത് തരുന്നെങ്കിൽ സ്തോത്രത്തോടെ അനുഭവിക്കാം, എന്നാൽ മറന്നു പോകരുത്. എൻ്റെ കർത്താവ് തന്ന ഏറ്റവും ശ്രേഷ്ഠമായ നന്മ നിത്യതയിൽ മാത്രം കിട്ടുന്ന, നിത്യതയിൽ മാത്രം ഉള്ളതായ നിത്യജീവനാണ്. അത് ലഭിച്ച വിശുദ്ധരെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, നിത്യജീവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാപിച്ച എല്ലാ ദൈവമക്കളും ജീവനോട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരണം. ജീവന്റെ വില നമുക്കറിയാം. ഏറ്റവും വിലയുള്ള ജീവനാണ്. ഇന്ന് നാം കാണുന്ന നമ്മുടെ ജീവനും അങ്ങനെയാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമുക്കുള്ള മുഴുവനും കൂടെ വിൽക്കേണ്ടി വന്നാലും നമ്മൾ വിറ്റ് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കും. ശരിയല്ലേ? അപ്പോൾ ജീവന്റെ വില അത്ര വലുതാണ്. ദൈവത്തിനും ഇതറിയാം. ഹല്ലേലൂയ. ഒരു മരിച്ച വ്യക്തി ഉയർക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ്. നമ്മുടെ കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു, നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. യഹൂദന്മാരൊക്കെ അവനിൽ വിശ്വസിക്കുവാനിടയായി. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവിക്കണം ദൈവദാസന്മാരിലൂടെ. ഞങ്ങളുടെ ഒരു ഗ്രാമീണ ദൈവദാസൻ 2 മരിച്ച വ്യക്തികൾക്ക് അതേ കർത്താവ് ഉയർപ്പ് നൽകുന്നത് കാണുവാനിടയായി. ട്രാക്ടറിൽ മണ്ണും കൊണ്ട് പോകുമ്പോൾ അതിന്റെ മുകളിൽ ഇരുന്ന സഹോദരി ട്രാക്ടർ മറിഞ്ഞ് മണ്ണിന്റെ അടിയിൽ വീണ് 2 മണിക്കൂർ അതിന്റെ കീഴിൽ കിടന്നു. ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവ് മടക്കി കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇന്നും അനേകർ, അത് സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ 14 പേരെ മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. അതിന്നും സംഭവിക്കുന്നു. എന്നാൽ അത് ഒരു കാര്യം, അതിന്റെ മറുവശം കൂടെ ഓർപ്പിക്കുവാനായിട്ടാണ് വന്നത്. എന്ത്? എഫേസ്യർ 2:1 അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെയും യേശുക്രിസ്തുവിനോടുകൂടെ അവൻ ഉയർപ്പിച്ചു. ഇതും ഒരു വലിയ അത്ഭുതമാണ്. പാപങ്ങളിൽ മരിച്ചു കിടന്ന എന്നെയും നിങ്ങളെയും യേശുക്രിസ്തുവിലൂടെ ഉയർപ്പിച്ച ദൈവത്തെ ജീവനോടെ നമുക്ക് മഹത്വം കരേറ്റാം. അതുകൊണ്ടാണ് ലൂക്കോസ് 15:24 മുടിയൻ പുത്രന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. ആ മുകളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വരികയാണ്, കാളയെ കൊണ്ടുവരിക, പുതിയ വസ്ത്രം ധരിപ്പിക്കുക, നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാൻ. കാരണം ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയി കണ്ടുകിട്ടി. ഒരു കാലത്ത് പാപത്താൽ മരണത്തിൽ അതേ വീഴ്ത്തപ്പെട്ട നമ്മെ ഓരോരുത്തരെയും യേശുവിലുള്ള വിശ്വാസത്താൽ അവനെ അറിയുവാനിടയായതുകൊണ്ട് ജീവൻ തന്ന് നിത്യജീവന്റെ ഓഹരിക്കാരാക്കി തീർത്തതായ ദൈവജനമേ, എന്തിനാണ് ഈ വചനം ശുശ്രൂഷിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവ് തന്നതായ അനുഭവം നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പലതുണ്ട്.
അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ച് നിലനിന്നാൽ നമുക്ക് നിത്യതയിലെത്തുവാൻ കഴിയും. എന്തിനാണ് വളരെ ചിലവ് ചെയ്ത് ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കുന്നത്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിൽ ജീവന്റെ കുറവുണ്ടെങ്കിൽ അത് നികത്തിയിട്ട് നിത്യജീവനെ പുതുക്കിക്കൊണ്ട് ആത്മനിറവോടുകൂടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങപ്പെടുവാനായിട്ടാണ്. എല്ലാ വർഷവും നടക്കുന്നത് ഈ വർഷവും നടക്കട്ടെ എന്ന് കരുതി ഹല്ലേലൂയ ചെയ്യുകയല്ല. അതെ, ദൈവം ദർശനം കൊടുത്തവർക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കുറിച്ചും ഒരു ഭാരമുണ്ടോ? ഒരു കുഞ്ഞു പോലും, ഒരു യൗവനക്കാരൻ പോലും അതെ നിത്യജീവനിൽ പ്രവേശിക്കാതെ നഷ്ടപ്പെടുവാനിടയാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വലിയ അത്ഭുതമാണ് നമുക്ക് നിത്യജീവൻ കിട്ടുവാൻ, മരണത്തിൽ നാം ജീവനിലേക്ക് പ്രവേശിപ്പാനായിട്ടിടയായത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ മനുഷ്യന്റെ എന്നാൽ ലോകത്തുള്ളതായ മനുഷ്യനെ നാം ശ്രദ്ധിക്കുമ്പോൾ അവരൊക്കെ ഇപ്പോഴും ഈ ലോകത്തിന്റെ പിറകെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളതായ ആഗ്രഹത്തോടെ കർത്താവിനെ അനുഗമിക്കുന്നവരുണ്ട്. അത് ദുഃഖത്തോടെ നമ്മൾ ഓർക്കുകയും ആ ഒരു കുഴിയിൽ വീണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഒരു മുന്നറിയിപ്പിന് വേണ്ടിയാണ്. എന്താണെന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ജനമെല്ലാം വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇവനെ അങ്ങ് രാജാവാക്കാം. കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചിട്ട് താൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. വന്നവരവിടെ എല്ലാം നോക്കി, പക്ഷെ കണ്ടില്ല. അടുത്ത ദിവസം അവർ വിട്ടില്ല. അവർ വീണ്ടും അതേ കടൽക്കരയിലേക്ക് വന്നപ്പോൾ യേശുവിനെ അവിടെ കാണാഞ്ഞത് കൊണ്ട് അവർ പടക് കയറി ഹല്ലേലൂയ കഫർനഹൂമിൽ വരെ എത്തി. എന്നിട്ട് കർത്താവ് അവിടെ നിൽപ്പുണ്ട്. അവനെ കണ്ടപ്പോൾ വളരെ ആർത്തിയോട് ചോദിക്കുകയാണ്, ഗുരുവേ, അങ്ങ് എപ്പോഴാണ് ഇവിടെ വന്നത്? ഞങ്ങൾ അവിടെ എല്ലാം നോക്കി, അവിടെ കണ്ടില്ലല്ലോ. ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ അങ്ങ് ഒന്ന് കാണാനായിട്ട് വളരെ ദാഹത്തോടെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, അത്ഭുതം കണ്ടതുകൊണ്ടൊന്നും അല്ല നിങ്ങൾ വന്നത്, അപ്പം നിന്ന് വയറ് നിറഞ്ഞത് കൊണ്ടാണ് വന്നത്. വാസ്തവത്തിൽ ഒരു വലിയ ശാസനയല്ലയോ അത്, ഒരു താക്കീതല്ലയോ അത്? ഇന്നും വയറ് നിറയ്ക്കുവാൻ വേണ്ടി അതെ ലോകത്തിൽ ഒരു പക്ഷേ പലരും പോകുന്നുണ്ടായിരിക്കാം. വയറ് നിറയണം. എത്ര ദിവസമാ വിശന്നിരിക്കുന്നത്? കർത്താവ് വയറ് നിറയ്ക്കും. പക്ഷേ ഈ വയറ് നിറയ്ക്കുവാൻ വേണ്ടി മാത്രമല്ല എൻ്റെ യേശു വന്നത്, എനിക്കും നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. പഴയ വാക്യമെന്ന് തോന്നിയാലും യോഹന്നാൻ 3:16 മറക്കരുത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ വലിയ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലും ആ നിത്യജീവൻ പ്രാപിക്കാത്തവരായി ഒരു കൊച്ചു യൗവനക്കാരനോ ഒരു വ്യക്തിയോ ഇവിടെയുണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന, സ്വർഗത്തിൽ മാത്രം ലഭിക്കുന്ന, സ്വർഗത്തിന് മാത്രം തരുവാൻ കഴിയുന്ന ആ അമൂല്യ അതുല്യ ദൈവത്തിന്റെ ദാനമായ നിത്യജീവൻ പ്രാപിച്ചല്ലാതെ ഈ 5 ദിവസത്തെ കൺവെൻഷനിൽ നിന്ന് മടങ്ങുവാൻ ഇടയാകരുത്. ഇന്ന് ദൈവാത്മാവ് പ്രേരിപ്പിച്ചു.